ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? ഞാൻ കുറച്ച് നാളായിട്ട് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാരണം എനിക്കൊരു ചെറിയ പണി കിട്ടിയിട്ടിരിക്കുകയാണ്. ഒന്നുമില്ല, കാലുമൊരു സ്പ്രെയിൻ. അത് ചെറിയ രീതിയിലല്ല, കുറച്ച് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ഉളുക്കാണ് കിട്ടിയേക്കണത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഭേദാവാനായിട്ട് എന്തൊക്കെ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാമെന്ന് ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്, പരിചയമുള്ളവരോടൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിന് ചീരവർഗ്ഗങ്ങളൊക്കെ വളരെ നല്ലതാണ് കഴിക്കണത് എന്ന്. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അമ്മ അവിടെ മത്തങ്ങയൊക്കെ നട്ട് വളർത്തുന്നുണ്ട്. അതിൻ്റെ ഇലയൊക്കെ വളരെ തളിർത്ത് നന്നായി നിൽക്കണു. എന്നാൽ ഞാൻ ഇതേവരെ മത്തൻ ഇലയൊന്നും തോരൻ വെച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്താലോ എന്നൊരു ഐഡിയ. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ സഹായത്തിന് വരുന്ന സ്ത്രീയാണ് മിനി. അപ്പോൾ അവരും പറഞ്ഞു അതിനെന്താ ഞാൻ പറിച്ചു തരാമല്ലോ, ഒന്നും കുഴപ്പമില്ല, അത് ഉണ്ടാക്കി നോക്കൂ, നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, അങ്ങനെ ഒരു വീഡിയോ കൂടി എടുക്കാം. എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊക്കെ മത്തനില ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഇനി ഇതാ അവിടെ എനിക്ക് വേണ്ടിയിട്ട് മത്തൻ്റെ ഇലയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം മഴയുള്ള ടൈമായ കാരണേ കുറച്ച് പൊടിയും ഇതൊക്കെ കാണുമല്ലോ, നോക്കി നല്ലത് വല്ല നോക്കിയിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മത്തൻ്റെ ഇലയൊക്കെ പറിച്ചത് അവരെനിക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇലയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. ഇവിടെ മഴക്കാലമല്ലേ, അപ്പോൾ കുറച്ച് പൊടിയും ഇതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, കാരണം നന്നായി കഴുകിയെടുത്ത് അരിഞ്ഞു വെച്ച് കഴിഞ്ഞു. ഞാനിവിടെ കുക്കിങ്ങിന് ഒലീവ് ഓയിലാണ് എടുത്തേക്കണേ കേട്ടോ. കാരണം അത് വളരെ നല്ലതാണ് ഇങ്ങനത്തെ ഇതിനൊക്കെ, ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞ കാരണം ഞാൻ അതാണ് എടുത്തേക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം കടുക് ഇട്ടു. കടുക് ഏകദേശം മൂത്ത് പൊട്ടാറായി വരുമ്പോൾ നമ്മൾ കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി ഉഴുന്നുപരിപ്പ് നല്ല ചുവന്ന് വരുമ്പോൾ നമ്മൾ ഒരേ ഒരു പച്ചമുളക്, എരിവിന് വേണ്ടി കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതങ്ങനെ ഇടാം കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ കഴുകി വെച്ചിരുന്ന മത്തങ്ങയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മൂടി വെച്ച് നമ്മൾ ഒരു 5 മിനിറ്റ് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് അതിൽ ആവശ്യത്തിന് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ല മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി മത്തൻ ഇല തോരൻ റെഡി.